ചേർത്തലയിൽ എന്തുകൊണ്ട് പി പ്രസാദ് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. എളിമയുള്ള പെരുമാറ്റം, 700 കോടിയുടെ വികസനം. 72 കോടി രൂപ മുടക്കിയാണ് നമ്മുടെ ചേർത്തല താലൂക്ക് ആശുപത്രി കെട്ടിടം ലോകോത്തര നിലവാരത്തിലുള്ള ഒരു സർക്കാർ ആശുപത്രിയോടെ പൂർത്തീകരിക്കപ്പെടുന്നത്. സർക്കാർ അനുവദിച്ചിട്ടുള്ള അത്യന്താധുനികമായ ചികിത്സാ ഉപകരണങ്ങൾ കൂടി ലഭ്യമാകുമ്പോൾ നമ്മുടെ ഈ ആശുപത്രി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് മറ്റെവിടെ കിട്ടുന്നതിനേക്കാൾ, ഏത് സ്വകാര്യ ആശുപത്രി കിട്ടുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ചികിത്സ ഇവിടെ ലഭ്യമാക്കാൻ കഴിയുമെന്ന്. ഇങ്ങോട്ട് മാറിയാൽ ചേർത്തല സെന്റ് മേരീസ് പാലം അതിമനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടു. കുറച്ചിങ്ങോട്ട് മാറിയാൽ നമുക്ക് കാണാം ചേർത്തല ദേവി ക്ഷേത്രത്തിന്റെ കുളം കല്ലുകെട്ടി മനോഹരമായി സംരക്ഷിക്കപ്പെട്ടു. ചേർത്തല നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന് 4 കോടി രൂപയാണ് അനുവദിക്കപ്പെട്ടത്. അങ്ങോട്ട് മാറിയാൽ 20 കോടി രൂപയാണ് ഇരുമ്പ് പാലത്തിന്റെ പുനർനിർമ്മാണത്തിനായി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത്. ചേർത്തലയിലെ പ്രധാനപ്പെട്ട റോഡുകൾക്കെല്ലാം നവീകരിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കുകയും നടപ്പാക്കുകയും ചെയ്തു. നെടുമ്പ്രക്കാട് വിളക്കുമരം നിവാസികളുടെ ദീർഘകാലത്തെ സ്വപ്നമായിരുന്നു അവരുടെ പാലം പൂർത്തീകരിക്കുക എന്നുള്ളത്. 20 കോടി രൂപ മുടക്കിയാണ് വിളക്കുമരം പാലം പൂർത്തീകരിക്കപ്പെട്ടത്. മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരെ ദീർഘകാലത്തെ സ്വപ്നമാണ് അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബർ എന്നുള്ളത്. അതിന് 153 കോടി രൂപയാണ് ആ പദ്ധതിക്കായി മാറ്റിവെക്കപ്പെട്ട അതിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. കർഷകരുടെ പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രങ്ങളാണ് കൃഷിഭവനുകൾ എന്ന് പറയുന്നത്. നോക്കൂ, അദ്ദേഹം കൃഷിമന്ത്രിയായിരിക്കുന്ന ഈ 5 വർഷക്കാലം കൊണ്ടാണ് ഇവിടുത്തെ മുഴുവൻ കൃഷിഭവനുകൾക്കും സ്മാർട്ട് കൃഷിഭവനുകളാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കപ്പെട്ടത്. ചേർത്തല മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും കേര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും കേരഗ്രാമം പദ്ധതി നടപ്പാക്കി എന്നുള്ളത്. 5 കോടി രൂപയാണ്, ഏതാണ്ട് 4,90,00,000 രൂപ കേര കൃഷിയെ സഹായിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ കൃഷിഭവനുകൾ വഴി പദ്ധതി തയ്യാറാക്കപ്പെട്ടു. മണ്ണിനോടും മനുഷ്യനോടും ഇത്രയേറെ ഇണങ്ങി ജീവിക്കുന്ന ഒരു ജനപ്രതിനിധിയെ മറ്റെവിടെയും കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കൂ, ഇത്തരത്തിലൊരു രാഷ്ട്രീയക്കാരൻ, പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി, അദ്ദേഹമല്ലാതെ മറ്റാരാണ് നമ്മളെ പ്രതിനിധീകരിക്കാനുള്ളത്?